Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ 6th സെമസ്റ്ററുകാരുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോമാണ്. പോപ്പത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ വൈറ്റ് മാൻ കിൽഡ് മൈ ഫാദർ. ഡേവിഡ് ഡായപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ എഴുതിയിട്ടുള്ളതാണ്. ഡേവിഡ് ഡായപ്പ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആള് ഫ്രാൻസിലും സെനഗലിലൊക്കെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. വെസ്റ്റ് ആഫ്രിക്കൻ റൈറ്ററാണ്. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചെറിയൊരു പോമാണ് കേട്ടോ. ഭയങ്കര ചെറിയ പോമാണ്, ഭയങ്കര സിമ്പിളാണ് പഠിക്കാൻ. പക്ഷേ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു തീമാണ്. അതായത് കൊളോണിയലിസം, അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വയലൻസ്, ഹൗ ദ കൊളനൈസ്ഡ് യൂസ് ടു ബി ട്രീറ്റഡ് ബൈ ദ കൊളനൈസേഴ്സ്. അതാണ് ഈ ഒരു പോമത്തിൻ്റെ തീം എന്ന് പറയുന്നത്. അത് എക്സ്ട്രീം ഫോം ഓഫ് വയലൻസ് ആണ്. ശരിക്കും ഭയങ്കര ഷോർട്ട് പോമാണ്, പക്ഷെ അതിനകത്ത് വരുന്ന വയലൻസ് എന്ന് പറയുന്നത് അത് എക്സ്ട്രീം ഫോമിലുള്ളൊരു വയലൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോമത്തിലേക്ക് കിടക്കാം. ഈ ഡയപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മോഡേണിറ്റി ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഒരു ഇപ്പോൾ ഇന്ത്യൻ ഇത് കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും കൊളോണിയലിസത്തിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് കുറേ പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ഈവൻ ദോ നമ്മൾ പ്രോഗ്രസ്ഡ് ആയിരുന്നു. നമ്മൾ കൊളോണൈസേഴ്സ് വരുന്നതിന് മുമ്പും നമ്മുടെ ആർക്കിടെക്ചർ, പണ്ടത്തെ ആർക്കിടെക്ചറും കാര്യങ്ങളും മാത്തമാറ്റിക്സിലുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ള ആളുകൾ തന്നെ ആയിരുന്നു. പക്ഷേ കൊളോണൈസേഴ്സ് വന്നതുകൊണ്ടും നമുക്ക് അവരുടെ കൾച്ചറിൽ നിന്നും നമുക്ക് കുറേ മോഡേണിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് കൊളോണൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊരു രാജ്യത്തിൻ്റെ കാര്യം. അപ്പോൾ ഡേവിഡ് ഡായപ്പ് ഞാൻ പറഞ്ഞു വെസ്റ്റ് ആഫ്രിക്കൻ റൈറ്ററാണ്. അപ്പം അവരുടെ രാജ്യത്തും പുരോഗതികൾ ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കൊളോണിയലിസത്തിലൂടെ. എങ്കിലും ഹിസ് ടോട്ടലി അഗെയിൻസ്റ്റ് ഈവൻ ദ മോഡേണിറ്റി. കാരണം ആള് പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ, എന്ത് മോഡേണിറ്റി ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ആ വയലൻസിനെ നമുക്ക് ഒരു രീതിയിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയണത്. അപ്പോൾ നമുക്ക് പോമത്തിലേക്ക് കടക്കാം. ഓക്കെ, അതിൻ്റെ ഫേസ്റ്റ് ലൈൻ തന്നെ നോക്കൂ. The white man killed my father. My father was proud. അല്ലേ, ഈ ഒരു വൈറ്റ് മാൻ എൻ്റെ അച്ഛനെ കൊന്നു. മൈ ഫാദർ വാസ് പ്രൗഡ്. എൻ്റെ അച്ഛൻ വളരെ അഭിമാനിയായിരുന്നു. അല്ലേ, അപ്പോൾ ആ പ്രൗഡ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ഛൻ്റെ മാത്രം അഭിമാനമല്ല, ആ ആഫ്രിക്കൻസിൻ്റെ തന്നെ, ആ ബ്ലാക്സിൻ്റെ തന്നെ അഭിമാനത്തെക്കുറിച്ചിട്ടാണ്. ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഭയങ്കര അഭിമാനികളാണ്. ഓക്കെ, പക്ഷെ എന്താ പ്രോബ്ലം? ഈ വൈറ്റ് മാനിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന ഈ ആളുകളെ അവർ എപ്പോഴും എന്ത് ചെയ്യും? ഒതുക്കും. അല്ലേ, അതെങ്ങനെയോ ആവാം, കൊന്നിട്ടാവാം, വേറെ രീതിയിലൊക്കെ ഉപദ്രവിച്ചിട്ടായിരിക്കാം. അല്ലേ, അപ്പോൾ മൈ ഫാദർ വാസ് പ്രൗഡ്. അല്ലേ, നാടിൻ്റെ അഭിമാനം ആയിരുന്നു. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വളരെ അഭിമാനിയായിരുന്നു. അതായത് ഇപ്പോൾ കൊളോണൈസ്ഡ് ആയിട്ടുള്ള ആളുകളും പലപ്പോഴും വൈറ്റ് മാനിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അത് സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം. അല്ലേ, പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നില്ല. എൻ്റെ അച്ഛൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള മനുഷ്യനായിരുന്നു, ഭയങ്കര അഭിമാനിയായിട്ടുള്ള മനുഷ്യനായിരുന്നു. ദ വൈറ്റ് മാൻ ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് മൈ മദർ. മൈ മദർ വാസ് ബ്യൂട്ടിഫുൾ. അല്ലേ, എൻ്റെ ഈ വൈറ്റ് മാൻ എൻ്റെ അമ്മേനെ ഉപദ്രവിച്ചു, സെഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ മൊലസ്റ്റ് ചെയ്തു. മൈ മദർ വാസ് റേപ്ഡ് ബൈ ദ വൈറ്റ് മാൻ. എൻ്റെ അമ്മ ഭയങ്കര സുന്ദരിയായിരുന്നു. ഇവിടെ റേപ്പ് ടുക്ക് അഡ്വാൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് റേപ്പ് ചെയ്യപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു യുഫമിസ്റ്റിക് പോളിഷ്ഡ് ആയിട്ടുള്ളൊരു യൂസേജ് വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. മൈ മദർ വാസ് ബ്യൂട്ടിഫുൾ. എൻ്റെ അമ്മ സുന്ദരിയായിരുന്നു. ഇവിടെ ഈ ടുക്ക് അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുമ്പോൾ മൈ മദർ എന്ന് പറയുമ്പോൾ ഈ നറേറ്ററിൻ്റെ അമ്മ മാത്രമായിരിക്കില്ല, ഒരു പക്ഷേ മദർ എർത്ത്, മദർ ലാൻഡ് അതുമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കൊളനൈസേഴ്സ് വന്നപ്പോൾ നമുക്ക് അറിയാം എന്താണ് അവർ ഏതൊക്കെ രാജ്യങ്ങളെ കൊളനൈസ് ചെയ്തോ അവിടെ നിന്നുള്ള റിസോഴ്സസ് ഒക്കെ ഇവർ കൊണ്ടുപോയി. അല്ലേ, അപ്പോൾ അങ്ങനെയുള്ളതിനും ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പം മൈ മദർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദർ ലാൻഡ് ആയിരിക്കാം. എൻ്റെ മാതൃരാജ്യം സുന്ദരമായിരുന്നു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊളനൈസേഴ്സിൻ്റെ അല്ലെങ്കിൽ കൊളനൈസേഷൻ്റെ ആ ഒരു വയലൻസിൻ്റെ ആ ഒരു അഗ്ലി ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ, അതിനെ
ഇദ്ദേഹത്തിൻ്റെ മദർലാൻഡിൻ്റെ ബ്യൂട്ടി ആയിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് പറയുകയാണ്. അങ്ങനെയും ആയിരിക്കാം. The white man burned my brother beneath the noonday sun. My brother was strong. Okay. അപ്പോൾ എന്താ പറയുന്നത്, ഈ വൈറ്റ് മാൻ എന്ത് ചെയ്തു, എൻ്റെ ബ്രദറിനെ ചുട്ടുകൊന്നു. noonday sun എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, പബ്ലിക്കായിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. പബ്ലിക്കായിട്ട് എൻ്റെ ബ്രദറിനെ കൊന്നു. അതായത് ആ പബ്ലിക്കലി അങ്ങോട്ട് നാണം കെടുത്തുക, ഷെയിം ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. മൈ ബ്രദർ വാസ് സ്ട്രോങ് അല്ലേ. എൻ്റെ അച്ഛൻ മാത്രമല്ല, എൻ്റെ അച്ഛൻ അഭിമാനിയായിരുന്നു. പഴയ ആളുകൾ മാത്രമല്ല, പിന്നെന്താണ്, ഈ യങ് ജനറേഷൻ അവരും സ്ട്രോങ് ആണ് അല്ലേ. മൈ ബ്രദർ എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്ന യങ് ജനറേഷനെയാണ് അല്ലേ. യങ് ജനറേഷനും സ്ട്രോങ് തന്നെയാണ്. അദ്ദേഹം സ്ട്രോങ് ആയിരുന്നു. പക്ഷെ എന്താ അവിടെ പ്രശ്നം, സ്ട്രോങ് ആയിട്ടുള്ള യങ് ജനറേഷനെ അവരെങ്ങനെയും ഇല്ലാതാക്കും. കാരണം അവർക്ക് ആ കൊളോണിയലിസം അവർക്കത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അല്ലേ, ഇനി വരുന്ന തലമുറകളെയും ഇല്ലാതാക്കിയേ പറ്റുള്ളൂ. ഇനി വരുന്ന ജനറേഷൻസിനെയും ഇല്ലാതാക്കണം അല്ലേ. അപ്പോൾ പബ്ലിക്കലി അവർ ബ്രദറിനെയും കൊന്നു. ഹിസ് ഹാൻഡ്സ് റെഡ് വിത്ത് ബ്ലാക്ക് ബ്ലഡ്. ദ വൈറ്റ് മാൻ ടേൺ ടു മീ. എന്താണ് അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ആളുടെ കയ്യിൽ ബ്ലാക്ക് ബ്ലഡ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബ്രദറിൻ്റെയും അച്ഛൻ്റെയും മാത്രം ചോരയല്ല, പിന്നെന്താണ്, എൻറ്റയർ ആ നേഷൻ്റെ എൻറ്റയർ ബ്ലാക്ക് റേസിൻ്റെ ബ്ലഡ് തന്നെ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ദ വൈറ്റ് മാൻ ടേൺ ടു മീ. ആ കൈകളുകൊണ്ട് അയാൾ എൻ്റെ നേരെ തിരിഞ്ഞു. എന്തിനാ തിരിഞ്ഞ? ആൻഡ് ഇൻ ദ കോൺക്രേഴ്സ് വോയിസ് സെഡ്, ബോയ്, എ ചെയർ, എ നാപ്കിൻ, എ ഡ്രിങ്ക് അല്ലേ. അങ്ങനെ കോൺക്രറിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള വോയിസിലൂടെ അയാൾ പറയുകയാണ്, എന്ത് ചക്ക അല്ലേ, ബോയ്. വളരെ ഇതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റ് കൊടുക്കാത്ത അല്ലേ, വളരെ എന്താ പറയുക, ഒരു പുച്ഛഭാവത്തോടുകൂടി പറയണം, ബോയ് ഡാ ചെക്ക, ഒരു ചെയർ, ഒരു നാപ്കിൻ, ഒരു ഡ്രിങ്ക് അല്ലേ. ഈ ആരോടാണോ പറയുന്നത്, ആ ബോയ് അല്ലെങ്കിൽ ആ പയ്യൻ്റെ, ആ നെറേറ്ററിൻ്റെ, ആ കുട്ടിയുടെ അച്ഛനെയും ബ്രദറിനെയും കൊന്നു, അമ്മേനെ റേപ്പ് ചെയ്തു അല്ലേ. അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആ പയ്യനോട്, ആ കുട്ടിയോട് പറയാണ്, എന്ത് ഡാ ചക്ക, പോയിട്ടൊരു ചെയറും ഒരു നാപ്കിനും ഒരു ഡ്രിങ്കും കൊണ്ടുവന്നേ അല്ലേ. അപ്പോൾ അവിടെ ഇത്രത്തോളം എന്താണ്, ഈ ബ്ലാക്സിനെ ഒന്നും അല്ലെങ്കിൽ കൊളനൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയൊന്നും അവരൊരു ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടേ കണക്കാക്കുന്നില്ല. കാരണം അച്ഛൻ നഷ്ടപ്പെട്ട്, അമ്മ നഷ്ടപ്പെട്ട്, ബ്രദർ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിക്കുന്നില്ല. പോയിട്ട് എടുത്തിട്ട് വന്നേ, എൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് നിൻ്റെ ജോലി. നിൻ്റെ ജോലി എന്ന് പറയുന്നത്, നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കുക, ഞങ്ങളുടെ കംഫർട്ട് നോക്കുക. നിങ്ങളുടെ ഫീലിങ്സിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെ ഇനി നീ ചോദ്യം ചെയ്തോ, നിന്നെയും ഞങ്ങൾ നാളെ കൊല്ലും, അത്രേ ഉള്ളൂ. നീയൊന്നും ഞങ്ങൾക്കൊരു ഇരയല്ല അല്ലേ. ആ ഒരു ടോണാണ് ഈ വൈറ്റ് മാൻ്റെ വോയിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കൊളോനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വയലൻസ് ആസ്പെക്റ്റാണ് ആക്ച്വലി. എത്ര കുറച്ച് ലൈൻസാണ് അല്ലേ, പക്ഷെ ആ ലൈൻസിലൂടെ നമുക്ക് നമ്മളിലേക്ക് എത്തുന്ന ഒരു ഇതുണ്ട്, ഒരു ഇമേജറി നോക്കൂ. ഹാൻഡ്സ് റെഡ് വിത്ത് ബ്ലാക്ക് ബ്ലഡ് എന്നൊക്കെ പറയുമ്പോൾ എൻറ്റയർ റേസിന് ഇല്ലാതാക്കാനാണ് ഈ കൊളനൈസേഴ്സ് ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഇത്രയും ചെറിയൊരു പോയിന്റിലൂടെ പോയിട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.